സുഹൃത്തുക്കളെ, പ്രമോദ് വരുന്നതുകൊണ്ട് ഓണം ഗംഭീരമായിട്ട് നടക്കുകയാണ്. ആ സമയത്താണ് ഈ തേളും പാമ്പും ഒക്കെ പുറത്തിറങ്ങണത്. വിഷജീവികൾ. ശശികല ടീച്ചറൊന്നല്ല, വെറും ശശികല. ഇവരെക്കാട്ടിലൊക്കെ സംസ്കാരമല്ലേ പിന്നെ സ്ത്രീകൾ ഈ നാട്ടിലുണ്ട്. ഒരു തൊഴിൽ വേറെയാണെങ്കിലും അത്ര മോശം ആയ ടീച്ചർ, അങ്ങനെ തന്നെ പറയട്ടെ. പിന്നെ കുറേ മൂല്യന്മാർ. ഞങ്ങളൊക്കെ ഒരു കാലഘട്ടമുണ്ട്, ഒരു 50, 55, 60 വയസ്സിൻ്റെ ഉള്ളിൽ. ആ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് തൊപ്പിയൊക്കെ ഇട്ടിട്ട് ക്ലാസ്സിൽ വരുന്ന കുട്ടികൾ വളരെ റയറാണ്. ഒരു കുട്ടിയോ അതും അത്രയും പിന്നെ യാഥാസ്ഥിക കുടുംബത്തിൽ നിന്ന് വല്ല മൂല്യന്മാരെ മക്കളൊക്കെയാണ് അങ്ങനെ വരുന്നത്. അത് എൻ്റെ ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ ഒറ്റ കുട്ടിയാണ് ആ രീതിയിൽ വന്നത്. അവനൊക്കെ പിന്നീട് മാറിട്ടോ, നല്ല മാറ്റം മാറി. പിന്നെ തൊപ്പിയില്ല, അവനൊരു കുന്തമില്ല. അതേപോലെ പെൺകുട്ടികൾ എൻ്റെ ക്ലാസ്സിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. കോളേജ് പഠിക്കുമ്പോൾ പെരിന്തൽമണ്ണ PTM ഗവൺമെൻറ് കോളേജ് പഠിക്കുമ്പോൾ 3 കുട്ടികളാണ് തട്ടിട്ട് വന്നത്. അതായത് തട്ടെന്ന് പറഞ്ഞാൽ ഈ മുഖമക്കന ഇട്ടിട്ട്, അതായത് ഫുള്ള് മറച്ചിട്ടല്ല, അല്ലാത്ത ഇത് ഇട്ടിട്ട്. അതിന്ന് മാറ്റം മാറിയിട്ട് ഇപ്പം പെരിന്തൽമണ്ണ കോളേജിൻ്റെ സ്ഥിതി അതല്ല, വളരെ യാഥാസ്ഥികമാണ്. അവിടുത്തെ അധ്യാപകരടക്കം, ഞാൻ ഉള്ളത് നമ്മൾ തുറന്ന് പറയും എന്നുള്ളതുകൊണ്ട്, അവിടുത്തെ അധ്യാപകർ ചില ആളുകൾ തന്നെ ഒരു മുണ്ട് നേരം പോലെ, അവരുടെയൊക്കെ അപരിഷ്കൃതമായ വേഷമാണ്. ഒരു മുണ്ട് നേരം എടുക്കില്ല. പഴയ കാലഘട്ടത്തിൽ പലതും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പറയാനുള്ള കാരണങ്ങളുണ്ടാവും. കാരണം സൗദി അറേബ്യയിലത്തെ കാലാവസ്ഥയും അവിടുത്തെ വേഷവിധാനവും അല്ല കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ. അവിടെ പർദ്ദ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും, കന്തൂറിട്ട് നടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിന് കാരണങ്ങളുണ്ട്. കാരണം അവിടെ മണൽക്കാറ്റാണ്. പണ്ട് വീടുകളോ റോഡുകളോ യാത്രാ സൗകര്യങ്ങളോ ഇല്ലാത്ത കാലഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുമ്പോൾ ആ കാലാവസ്ഥയ്ക്ക്, ആ മണൽക്കാറ്റ് ഏൽക്കാതിരിക്കാനും അതിൻ്റെ കാഠിന്യമായ ചൂട് ഏൽക്കാതിരിക്കാനും അന്ന് ഇറക്കിയ നിയമങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ അടിച്ചേൽപ്പിക്കുന്നത്. അതിൽ ഈ മൂല്യന്മാർക്ക് നല്ല പങ്കുണ്ട്. കാരണം മൂല്യന്മാർക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല, ഡാൻസ് കളിക്കാൻ പറ്റില്ല, സിനിമയ്ക്ക് പോകാൻ പറ്റില്ല, കള്ളുടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർക്കൊരു ജലസി വരികയാണ്. അത് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുകയാണ്. അത് മൂല്യന്മാർ ഇത് അടിച്ചപ്പുറത്തേക്കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ അപ്പോഴേക്കും സംഘികളുടെ കുറേ ഗ്രൂപ്പുണ്ട്, അതിലേക്ക് ഇത് സ്പ്രെഡാക്കുകയാണ്. കണ്ടോ, മൂല്യന്മാർ അങ്ങനെ പറഞ്ഞു, ഇനി നാളെ നമ്മളെ ഹിന്ദുക്കളിലേക്കും ഇത് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ശശികലയെ പോലെയുള്ള ആളുകൾ ഇത് വളച്ചൊടിച്ച് അവരുടെ ഗ്രൂപ്പുകളിൽ ഇടുക. കേരളത്തിൽ ലക്ഷോപലക്ഷം ഹിന്ദു വർഗീയ ഗ്രൂപ്പുകളുണ്ട്. അത് നിങ്ങൾ ഈ മുസ്ലിങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിൽ പറഞ്ഞു വരാനുള്ള കുറേ ചരിത്രമുണ്ട്. ഇവർക്കൊന്നും ഈ ചരിത്രം എന്ന് പറഞ്ഞ സാധനം പഠിച്ചിട്ടില്ല. ഒന്നാമത് ഇവർക്കൊന്നും എഴുത്തും വായനയും അറിയില്ല. മതപരമായ കാര്യങ്ങൾ ചിലപ്പോൾ അറിയുണ്ടാവും, പക്ഷേ എഴുത്തും വായന അറിയില്ല. പക്ഷെ ഇവരുടെ പ്രസംഗം വമ്പൻ പ്രസംഗമാണ്. ഇവരുടെ വലിയ 7 കിലോമീറ്റർ 8 കിലോമീറ്റർ ദൂരത്തേക്ക് കേൾക്കണ സ്പീക്കർ കൂടെ ഇവരിങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് കൊണ്ട് പൊട്ടിക്കും. ആ ഇംഗ്ലീഷ് ഇങ്ങോട്ട് പൊട്ടിച്ചാൽ അവൻ ഭയങ്കര ഭയങ്കര പണ്ഡിതനാണ്, ഭയങ്കര വിവരമുള്ളവനാണ് എന്നുള്ള ധാരണയാണ്. അത് മറ്റുള്ളവരെ അറിയിക്കുകയാണ്. ഇംഗ്ലീഷ് പറഞ്ഞതുകൊണ്ടോ ഇംഗ്ലീഷ് അറിഞ്ഞുകൊണ്ടോ ഒരുത്തൻ നല്ലൊരു പൗരനാവില്ല. ഇവിടെ ലോകത്തിലെ എല്ലാ കണ്ടുപിടുത്തങ്ങളും വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ടാക്കിയതാണ്. അപ്പോൾ അതല്ലല്ലോ നമ്മളെ വിഷയം. ഇവിടെ ഇന്ത്യയിലത്തെ ആദ്യത്തെ മുസ്ലിം പള്ളി ഈ മൂല്യന്മാരോടാണ് ചോദിക്കണത്. ഇന്ത്യയിലത്തെ ആദ്യത്തെ മുസ്ലിം പള്ളി ഉണ്ടാക്കിയത് ആരാ? ചേരമാൻ പെരുമാൾ എന്ന് പറഞ്ഞ ഹിന്ദു
രാജാവ് ഉണ്ടാക്കിയതാണ്. അയാൾക്കൊരാഗ്രഹം തോന്നി, അതായത് ചേരമാൻ പെരുമാളിന് മുഹമ്മദ് നബീനെ പോയി കാണണം. അങ്ങനെ ഇയാൾ മക്കയ്ക്ക് പോവാണ്. മക്കയ്ക്ക് പോയി അയാൾ പിന്നെ മുസ്ലിമായിട്ടും ഇസ്ലാം സ്വീകരിക്കുകയാണ്. സ്വീകരിച്ച് തൃശ്ശൂർ ജില്ലയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ രാജ ഉള്ള സ്ഥലത്ത് പള്ളി ഉണ്ടാക്കുകയാണ്. മാലിക് ഇബ്ന് ദിനാർ എന്ന് പറഞ്ഞ ആളാണ് ഇതുണ്ടാക്കുന്നത്. അതായത് 1397 കൊല്ലങ്ങൾക്ക് മുമ്പ്, ക്രിസ്തുവർഷം 629 ഇന്ത്യയിലത്തെ ആദ്യത്തെ മുസ്ലിം പള്ളി ഉണ്ടാവണത്. അപ്പോൾ ആരുണ്ടാക്കിയതാണ് മോലിയാരെ പള്ളി? ഹിന്ദു ഉണ്ടാക്കിയതാ. പിന്നെ ഞാനൊക്കെ പഠിച്ച ചരിത്രമുണ്ട്. അതായത് പെരിന്തൽമണ്ണ ഗവൺമെൻറ് കോളേജിലത്തെ മുൻ പ്രിൻസിപ്പാൾ തിരൂർക്കാട്ടുകാരനാണ്. ജമായത്തുകാരനാണോ എന്നൊക്കെ സംശയമുണ്ട്. അദ്ദേഹം എഴുതിയൊരു ബുക്കുണ്ട്, ഒരു മലപ്പുറം കഥ. അതിൽ പറഞ്ഞിരിക്കണത് എന്താ അറിയോ? 13 കപ്പൽ അറബി നാട്ടിൽ നിന്ന് കോഴിക്കോട് വരികയാണ്. അന്ന് ഇസ്ലാമില്ല, കേരളത്തിൽ ഇസ്ലാമില്ല. കാരണം അറബികളിൽ നിന്നാണല്ലോ ഈ ഇസ്ലാം മതം വരുന്നത്. ആ സമയത്ത് ഈ 13 കപ്പൽ വന്നിട്ട് പിന്നെ മറ്റേ കേരളത്തിൻ്റെ കടൽ തീരത്ത് ഇവരെ ഇറങ്ങാൻ പറ്റാതെ നിൽക്കണ കാലഘട്ടത്തിൽ സാമൂതിരി രാജാവിൻ്റെ അടുത്തേക്ക് ദൂതന്മാരെ വിടുകയാണ്. സാമൂതിരി ഇവരെ അടുപ്പിക്കണില്ല. അങ്ങനെ ഇവിടുന്ന് കുരുമുളകും കാര്യങ്ങളൊക്കെ കയറ്റി അയക്കാൻ വേണ്ടിയിട്ടാണ് അറബികൾ വരുന്നത്. അങ്ങനെ കുറേ ദിവസങ്ങളോളം ഇവർ കടലിൽ നങ്കൂരട്ട് ലാസ്റ്റ് ഈ ദൂതന്മാർ മുഖാന്തരം ഒരു മധ്യസ്ഥ ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് സാമൂതിരിയാണ് അവരോട് കോഴിക്കോട് വരാൻ പറയണത്. അങ്ങനെയാണ് ഈ കപ്പലുകൾ കോഴിക്കോട് കടൽ തീരത്ത് അടുപ്പിക്കുകയും ഇവിടെ അവർ വ്യാപാരം നടത്തുകയും അവിടുത്തെ സ്വർണവും കാര്യങ്ങളും ഇവിടെ ഇറക്കുകയും ഇവിടുന്നില്ല കുരുമുളകും സാധനങ്ങളും അങ്ങോട്ട് കയറ്റി അയക്കുകയും ഒക്കെ ഉണ്ടാവണത്, വസ്ത്രങ്ങൾ, ഇതൊക്കെ. ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്രം. അങ്ങനെ അവരിവിടെ വന്ന് ഹിന്ദു സ്ത്രീകളെ കല്യാണം കഴിച്ചു. അതിലുണ്ടായ മക്കൾ, അതിൻ്റെ മക്കൾ, മരുമക്കൾ, അങ്ങനെ സന്തതി പരമ്പരകൾ ഉണ്ടായിട്ടാണ് ഇവിടെ ഇസ്ലാം മതം ഉണ്ടായത്. പിന്നെ അപ്പോൾ ഇവിടെ എവിടെ ഹിന്ദു, ഇവിടെ എവിടെ മുസ്ലിം? ആര്യാട മുഹമ്മദ് ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുക്കളെ സമുദായം കാരണമാണ് ഇവിടെ മുസ്ലിങ്ങൾ ഉണ്ടായത് എന്ന് ആര്യാട മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് കുറച്ച് വിവരമുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കണത് ഈ തീവ്രവാദം പിന്നെ കേരളത്തിലെ ഏറ്റവും നല്ലൊരു മുസ്ലിം എന്ന് പറഞ്ഞത് മരിച്ചുപോയ പാണക്കാട് ശിഹാബ് തങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു വാക്കുകളിൽ, ലീഗിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും വാക്കുകളിൽ ഓണം ആഘോഷിക്കരുത്, പെരുന്നാൾ ആഘോഷിക്കരുത്, മറ്റേ ക്രിസ്മസ് ആഘോഷിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വർഗീയ വാക്ക്? ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരാളാണ്. ഏതെങ്കിലും ഒരു വാക്ക് പാണക്കാട് തങ്ങളുടെ ഭാഗത്തുനിന്ന് പിന്നെ പരേതനായ ശിഹാബ് തങ്ങളുടെ വായിൽ നിന്ന് ഈ ബാബരി മസ്ജിദ് പൊളിച്ചപ്പോഴടക്കം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഈ മൂല്യന്മാർ എല്ലാ മൂല്യന്മാരും ഞാൻ പറഞ്ഞില്ല കേട്ടോ, നല്ല മൂല്യന്മാരുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ട് നല്ല മൂല്യന്മാർ, SKSFൻ്റെ സ്റ്റേറ്റ് നേതാവാണ്. അവനൊന്നും ഒരിക്കലും ഇത്തരം പരാമർശം ചെയ്യാത്ത ആളാണ്. അപ്പം അത്തരം നല്ല മൂല്യന്മാരുണ്ട്. ചില വിവരം കെട്ട മൂല്യന്മാരുണ്ട്. അവരാണ് ഇവിടെ സംഘികൾക്ക് പിന്നെ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോഴാണ് ഈ ശശികലയൊക്കെ അങ്ങോട്ട് ഞാനോള് പൊന്തണത്. ഇപ്പം ശശികല ഇപ്പം ഇന്നലെ ആ നാടകത്തിനെതിരെ പറഞ്ഞത് എന്താ വെച്ചാൽ, തടിയില്ലാത്തൊരു പെണ്ണോ വികൃത രൂപമുള്ളൊരു പെണ്ണോ ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ നാടകം കളിക്കുമോ, മിസൈലെ നാടകം കളിക്കുമോ?
വേണ്ട ശശികലയുണ്ട്, ഡാൻസ് കളിച്ചോളൂ, നാടകം കളിച്ചോളൂ. പക്ഷെ കാണികളുണ്ടാവില്ല കേട്ടോ, അത് വേറെ കാര്യം. ശശികല പറഞ്ഞോടത്തൊരു കാര്യമുണ്ട്. കാരണം ഈ നാടകം എന്നൊക്കെ പറഞ്ഞാൽ അതിനും ഒരു പിന്നെ നാടകം കളിക്കേണ്ടവർക്കല്ലേ കളിക്കാറിയോ. ശശികലയ്ക്ക് വിഷം കലക്കാനേ അറിയൂ. അത് എങ്ങനെയൊക്കെ വിഷം കലക്കാൻ പറ്റുമോ എന്നുള്ളതാണ് കേരള സമൂഹത്തിൽ ഞാൻ ഇപ്പം മോഡിയുടെ ആൾക്കാരും സംഘികളൊക്കെ പറയണത് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കിയാൽ നിങ്ങൾ പാകിസ്ഥാൻ ചാരനാണ്, അല്ലെങ്കിൽ ചൈന ചാരനാണ്, അല്ലെങ്കിൽ പിന്നെ നേപ്പാൾ ചാരനാണ്, ശ്രീലങ്ക ചാരനാണ് എന്നൊക്കെയാണ് ഇപ്പോൾ പറയണത്. നിങ്ങളൊരു മറ്റേ മോഡിയോട് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ് നിങ്ങളാണ് ഉണ്ടാക്കുക. എന്നിട്ട് ഈ വൃത്തികെട്ട മൂല്യന്മാരും ഈ വർഗീയത പറയണ സംഖ്യകളും ഒക്കെ കൂടി അതിലേക്കാണ് പോയിക്കോളും. ഞങ്ങളെ കേരളത്തിൽ ജീവിക്കാൻ വിട്. ഞങ്ങൾ വളരെ മനസമാധാനത്തോട് കൂടിയിട്ട് ജീവിക്കണ കുറേ മനുഷ്യരുണ്ട്. പിന്നെ അതിന് കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് 90% മുസ്ലിങ്ങളാണ്. ഞങ്ങൾ പിന്നെ ഒരു പെരുന്നാളുണ്ടായി. ഇതപ്പോൾ ഇനിയിപ്പോൾ ഈ ഓണം പിന്നെ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഓണം ഉണ്ടായാൽ അവരെ ക്ഷണിക്കും കൂടി വേണ്ട, അവരെൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണം. അതേപോലെ പെരുന്നാളുണ്ടെങ്കിൽ ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം. അവർ ക്ഷണിച്ചിട്ടോ അല്ലെങ്കിൽ വിളിച്ചിട്ടോ അല്ല. കല്യാണം എന്നെ ഈ കേൾക്കണ ഈ വീഡിയോ കേൾക്കണ കുറേ എൻ്റെ കൂട്ടുകാരല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരായ പെരിന്തൽമണ്ണക്കാരായ കുറേ സുഹൃത്തുക്കളുണ്ട്. എന്നെ ആരും ക്ഷണിക്കണ്ട, ഞാൻ ആ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിരിക്കും. എനിക്ക് തോന്നണം എന്നെ വീട്ടിൽ പോയാൽ ഭക്ഷണം കഴിക്കാം. എന്തതിലൊക്കെ ഉള്ളത്, അവർക്കൊരു പിന്നെ ഞാൻ ഉള്ളത് പറയാം. എനിക്കൊരു സീരിയസ് ആയിട്ടുള്ള ഒരു അപകടം പറ്റി. 4 ഓപ്പറേഷൻ കഴിഞ്ഞു. ആ 4 ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ നാട്ടിലെ പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ആ പൈസ കൊണ്ടുവന്നിട്ട് പെരിന്തൽമണ്ണ മൗലാനയിൽ കൊണ്ടുവന്ന് അടക്കണത്. അവിടെ എന്ത് വർഗീയതടോ, എന്ത് ജാതിയാണ്, എന്ത് മതമാണ്, എന്ത് ഹിന്ദു, എന്ത് മുസ്ലിം. അപ്പോൾ പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകമായിട്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി പറഞ്ഞിട്ട് പരസ്പര പൂരകമായിട്ട് ഈ കേരളത്തിലുണ്ട്. അതിനെ നിങ്ങളില്ലാതേക്കരുത്. കുട്ടികൾ ഡാൻസ് കളിക്കുന്നതിനെതിരെ പിന്നെ ഇപ്പം ഇതാ ഈ അടുത്ത് ഇന്നലെ മിഞ്ഞാതെ 5-6 ദിവസമായിട്ട് നടക്കണ ഒരു വിഷയം. അതായത് ഒരുത്തൻ കല്യാണം കഴിച്ച് ആ ഭാര്യേനെ പിന്നെ മൊഴിയെല്ലാം കൂടി ചെയ്യാതെ വേറെ കല്യാണം കഴിച്ചു. അതിനൊന്നും നിങ്ങൾക്ക് അഭിപ്രായമല്ല. ഈ നാട്ടിൽ ഇപ്പം അരിയുടെ വില, ഈ ഓണക്കാലത്ത് അരിയുടെ വില 10.90 ഉണ്ടായത് 26 അതിനെതിരെ മൂല്യന്മാർക്ക് വർത്താനല്ല, ശശികലയ്ക്ക് വർത്താനല്ല. വേറെ എന്തൊക്കെ അടക്കണു? ഇവിടെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണു, പാലങ്ങളില്ലാതെ കിടക്കണു, സ്കൂളുകൾ നേരെയാക്കാണ്ട്, ആസ്പത്രികൾ നേരെയാക്കാണ്ട്. അതിനെതിരെ ഒന്നും ഈ മൂല്യന്മാർക്കോ അല്ലെങ്കിൽ ഈ വിഷകലക്കോ അല്ലെങ്കിൽ വിഷകലെ പോലെയുള്ള ആളുകൾക്കോ പറയാമല്ലേ? ഇവർക്ക് ഈ കായം കലക്കലും ഈ പിന്നെ വിഷം കലക്കലും മാത്രമേ അറിയൂ. നിങ്ങളൊക്കെ ഈ 6 അടി മണ്ണിലേക്കല്ലേ പോണത്? എന്തിനാണ് ഈ കേരളത്തിലെ സമാധാനം കളയണത്? ഞങ്ങളിവിടെ നല്ല രീതിയിൽ പിന്നെ ഇപ്പം ഈ ഓണായാൽ എൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് ഞങ്ങൾ ടൂർ പോകണം. അല്ലെങ്കിൽ ഞാൻ അവരെ വിളിച്ചിട്ട് എൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് ഒരു ഭക്ഷണം കൊടുക്കും. എന്തതിലൊരു കുഴപ്പമില്ലത്? ഞങ്ങൾ തോള് കൈയിട്ട് നടന്നോട്ടെ. എന്തിനാണ് നിങ്ങളായിട്ട് പിന്നെ ആ പെൺകുട്ടികളൊക്കെ ഡാൻസ് കളിക്കണത്? എമ്മാതിരി ഡാൻസാണ്, നിങ്ങളെ കൊണ്ട് കഴിയൂല. നിങ്ങൾക്ക് ഈ മൂല്യന്മാർക്കോ ശശികലക്കോ ഒന്ന് ഡാൻസ് കളിക്കാൻ വയ്ക്കോ? പാട്ട് പാടാൻ അറിയോ? പിന്നെ ടൂർ പോകാൻ കഴിയുമോ? നിങ്ങൾക്കൊന്ന് നന്നായിട്ട് ചിരിക്കാൻ കഴിയുമോ? നിങ്ങളെ കുട്ടികളെ നേരം പോലെ നോക്കാൻ കഴിയുമോ? ഇപ്പം അതിൻ്റെ ഒപ്പം ഒരു വൃത്തികെട്ട പിന്നെ ഹിന്ദു പോസ്റ്റ് വന്നിട്ടുണ്ട്. ഓണത്തിന് ഓണം പിന്നെ ഹിന്ദുക്കളെ കടയിൽ നിന്ന് മാത്രമേ വാങ്ങാൻ പറ്റൂ. എടാ നാറികളെ, ഇവിടെ ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ കടയിൽ നിന്നും വാങ്ങും, മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കടയിൽ നിന്നും വാങ്ങും. ഈ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെ ഓണം ആഘോഷിക്കരുത് പറയണ മൂല്യരോട് പറയണത് ഈ ഹിന്ദുക്കൾ ചെന്നിട്ട് മുസ്ലിമിൻ്റെ ചമയവാപ്പാക്കടെ കടയിൽ നിന്ന് പിന്നെ സാരി ഇതൊക്കെ വാങ്ങിയാലാണ് ചമയവാപ്പുവിന് വല്ല ലാഭം കിട്ടും. ആ ലാഭത്തിൽ നിന്നാണ് നിങ്ങളെ മൂല്യർക്ക് ശമ്പളം തരുന്നത്, അല്ലെങ്കിൽ അയാൾക്കൊരു പിരിവ് കൊടുക്കണത്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പം ഞങ്ങളെ എന്നല്ല, ഹിന്ദുക്കളെ പൈസയും കൊണ്ടാണ് ചമയാപ്പുമൊക്കെയും മുസ്ലിങ്ങളും ജീവിക്കണത്. മുസ്ലിങ്ങളെ പൈസയും കൊണ്ടാണ് ഇവിടെ അമ്പലത്തിൽ പൂരം നടക്കുന്നത്.
അതൊക്കെ ഒരു പരസ്പരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ നിങ്ങൾ വിഷം കലക്കാതിരിക്കുക പ്ലീസ്. നിങ്ങൾക്ക് അങ്ങനെ വിഷം കലക്കണം വെച്ചാൽ നിങ്ങൾ പാകിസ്ഥാനിലേക്കോ ശ്രീലങ്കയിലേക്കോ അല്ലെങ്കിൽ നേപ്പാളിലേക്കോ പോയിട്ട് എന്ത് വിഷാച്ചാൽ കലക്കിക്കോളൂ. ഞങ്ങൾക്ക് അതിൽ ഒരു അഭിപ്രായമില്ല. ഈ കേരളത്തിൽ കലക്കാൻ നിൽക്കരുത്.